എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്പാനിഷ് ഡെസേർട്ടായ ലാച്ച ഫ്രിറ്റ എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് മിൽക്ക് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ ചെറുനാരങ്ങയുടെ തൊലി മാത്രം ചെത്തിയിട്ട് അതും കൂടാതെ കുറച്ച് 2 കഷ്ണം പട്ടയും ആവശ്യത്തിനുള്ള ഷുഗറും ഇട്ടിട്ട് നമ്മൾ തിളപ്പിക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് പട്ടയും ഒരു ചെറുനാരങ്ങയുടെ തൊലിയും നമ്മൾ എടുത്ത് മാറ്റി വെക്കുക. ശേഷം നന്നായിട്ടൊന്ന് കുറുക്കിക്കൊണ്ട് വരിക. നല്ല രീതിയിലൊന്ന് ലോ ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കുക. പിന്നീട് കുറച്ച് മിൽക്കിൽ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു മിൽക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക. അത് കുറുക്കി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പട്ടയും ഷുഗറും ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇത് നമുക്ക് ലാസ്റ്റ് ഒരു ഇതിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മിൽക്കൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ടാവും, കുറുകി വന്നിട്ടുണ്ടാവും. ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ ടൈറ്റ് കണ്ടൻ്റായിട്ട് ഒന്ന് കുറുകി വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് എടുത്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിലേക്ക് കുറച്ച് ബട്ടർ തേച്ചിട്ട് ഈ ഒരു മിശ്രിതം നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തണുക്കുന്നവരെ പുറത്ത് വെക്കുക. തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 3 മണിക്കൂർ നമുക്ക് ഡീഫ്രീസ് ചെയ്യണം. ഡീഫ്രീസ് ചെയ്തതിന് ശേഷം ഞാനിത് എടുത്തിരിക്കുകയാണ്, ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അതൊക്കെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് താഴേക്ക് പോന്നോളും. അങ്ങനെ പോകുന്നതിന് ശേഷം നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും. എന്നിട്ട് ഇതൊന്ന് നമുക്ക് ചെറുതായിട്ട് പാനിൽ വെച്ച് ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതൊരു ഡിസൈനിലാണോ വേണ്ടത് ആ ഒരു രീതിയിൽ കട്ട് ചെയ്യുക. ചതുരത്തിലോ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. പുതുതായിട്ട് ആരെങ്കിലും ഇനി ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്നോടി പ്രസ് ചെയ്ത് എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും. മറക്കാതെ എല്ലാവരും ചെയ്യണേ. അപ്പോൾ ഈ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ഗീ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാനൊരു ഹോം മെയ്ഡ് ഗീ ആണ് ഇതിലിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് 2 സൈഡിൽ നല്ല ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ, ഒന്ന് ക്രിസ്പി ആവുന്നതുവരെ നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഡെസേർട്ടായിരിക്കും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വീട്ടിലുള്ളവർ എന്തായാലും ഒന്ന് തയ്യാറാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുക. ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്കിത് മാറ്റിയെടുത്ത് വെക്കുക. കൂടുതൽ കരിക്കരുത്. ഈ ഒരു കളറാകുമ്പോൾ നമ്മൾ എടുത്ത് മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന പട്ടയും ഷുഗറും പൊടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മിശ്രിതം ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമുക്കിത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു പുതിയ നല്ലൊരു വിഭവമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.